അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് കേൾപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളലി മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. അറിയുക, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, നോമ്പിന്റെ പദവിയെക്കാളും നമസ്കാരത്തിന്റെ പദവിയെക്കാളും ദാനധർമ്മങ്ങളുടെ പദവിയെക്കാളും ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. സഹാബിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠകരമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ഖാലൂ ബലാ. അവര് പറഞ്ഞു, അതേ പ്രവാചകരെ, നിങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തരണം. കാരണം നമസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ ഇതെല്ലാം ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ അതല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുന്ന പുണ്യങ്ങൾ ഇസ്ലാമിലുണ്ടോ? മുൻഗണനാക്രമം അനുസരിച്ച് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇത് തന്നെയാണ് പുണ്യകർമ്മങ്ങൾ. പക്ഷെ പ്രതിഫലം വെച്ച് നോക്കുമ്പോൾ അതുപോലെയോ ചില സന്ദർഭങ്ങളിൽ അതിനേക്കാളൊക്കെയോ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിൽ വേറെയുമുണ്ട്. ഏതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള കർമ്മങ്ങളായി പരിചയപ്പെടുത്തുന്നത്? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈനി വഫസാദു ദാത്തിൽ ബൈനി അൽ ഹാലിഖ. ഏതാണ് ആ കർമ്മം? ഇസ്ലാഹു ദാത്തിൽ ബൈൻ, രണ്ടാളുകൾക്കിടയിൽ അനുരഞ്ജനമുണ്ടാക്കുക എന്നുള്ളതാണ്. പരസ്പരം പിണങ്ങി നിൽക്കുന്ന, തെറ്റി നടക്കുന്ന രണ്ടാളുകൾക്കിടയിൽ അനുരഞ്ജനമുണ്ടാക്കുക എന്നതാണ് നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള കാര്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. അവരെ ഇണക്കാൻ, അവരെ പരസ്പരം സംസാരിപ്പിക്കാൻ, അവരെ പരസ്പരം സലാം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നത് അതിശ്രേഷ്ഠമായ കാര്യമാണ്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫസാദു ദാത്തിൽ ബൈനി അൽ ഹാലിഖ. രണ്ടാളുകൾക്കിടയിൽ നാശമുണ്ടാക്കുക, പിണക്കമുണ്ടാക്കുക എന്ന് പറയുന്നത് സകല നന്മകളെയും നശിപ്പിച്ച് കളയുന്ന കാര്യമാണ്. ഇണക്കമുണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം വിശദീകരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, രണ്ടാളുകൾക്കിടയിൽ പിണക്കമുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അതിനുവേണ്ടി ഗീബത്തും നമീമത്തും കെദിബും, ഏഷണി, പരദൂഷണം, വ്യാജമായ കാര്യങ്ങളൊക്കെ ആളുകളോട് പറയാം, മറ്റേ ആളുമായിട്ട് ഇയാളെ തെറ്റിക്കാൻ വേണ്ടി. അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഹാലിഖ, അത് എല്ലാ നന്മകളെയും നശിപ്പിച്ച് കളയുന്ന കാര്യമാണ്. അല്ലാഹു തആല നന്മകൾ ധാരാളമായിട്ട് ചെയ്യുവാനും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.